ഫുഡ് കൊടുക്കാനുള്ള പൈസ ആണ്. നോമ്പ് വെച്ചിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുണ്ടോ അറിയാം. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവേണ്ടത് എനിക്ക് മനസ്സിലായില്ല. കാരണം പുറത്താണ്, വീടിൻ്റെ പുറത്താണ്. ഓട്ടോ കയറാൻ പോവാണ് കോളേജിലേക്ക്. സോ ബാക്കി വിശേഷം കോളേജിൽ ചെന്നിട്ട് കാണാം, വീട്ടിലെത്തിയിട്ട് കാണാം. സോ ലെറ്റ്സ് സീ. നമുക്ക് പോയി ആ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാ ഗൈസ്. ഇതൊന്നും ഇവിടെ ഓപ്പൺ ആക്കിയിടൂല. അങ്ങനെ ക്ലാസ്സിലൊക്കെ കയറി. അപ്പം ഇന്ന് ഫസ്റ്റ് പീരീഡ് തന്നെ ഫുൾ സെമിനാർ ആയിരുന്നു കേട്ടോ. അപ്പം ഈച്ച് ഗ്രൂപ്പിൽ നിന്ന് 2 പീസൻസ് വെച്ചിട്ട് അതിൽ ഓരോരുത്തരായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ അവിടെ സെമിനാർ നടക്കണ്, നമ്മളിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. ബാക്കി വിശേഷമൊക്കെ കണ്ടുവരും. സൈക്കോളജി റെക്കോർഡ് ചെയ്തണല്ല. എനിക്ക് എൻ്റെ മുഖം മിസ് കാണട്ടെ. എൻ്റെ മുഖം ആദ്യത്തെ എന്താക്കാ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നു ഗൈസ്. ആദിത്യ വീടാ വീട് നമ്മൾ വീട്ടിൽ പോവുകയാണ്. നോമ്പറക്കാൻ എന്താന്ന് അറിയില്ല. ഞാനിപ്പോൾ കൂട്ടാൻ വരാൻ പറഞ്ഞിട്ട് കൂട്ടാൻ വരുന്നില്ല. ഞാരോടാ പോണേ എല്ലാം പറഞ്ഞ എന്റെ കൂടെ വരുന്നേ. എന്നിട്ടെന്താ വേറെന്താ? എന്താണ് താങ്കളുടെ അഭിപ്രായം ബിഗ് ബോസിനെ പറ്റി? നല്ല അഭിപ്രായം. ഞാൻ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ്? ഇപ്പോൾ ആരുമില്ല. ഇഷ്ടമില്ലാത്ത ആളാരാ? ജാസ്മിൻ. നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും കണ്ടസ്റ്റന്റ് ആരാന്ന് എന്ത് ചെയ്യണം? കമന്റ് ചെയ്യാം. നമ്മളെ വീഡിയോ എന്താക്കണം? ലൈക്ക് അടിക്കാം. പിന്നെ എന്താക്കണം? ഷെയർ ചെയ്യാം. എന്നിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം. ചെറന്റെ കൂടെ ഇതൊക്കെ പഠിച്ച്. വേറെന്താ? എന്തെങ്കിലും പറയുന്നുണ്ട് പ്രേക്ഷകരോട്, എന്തെങ്കിലും പറയുന്നല്ല. എല്ലാവർക്കും സുഖല്ലേ? സുഖല്ലേ? പിന്നെന്താ, എല്ലാവർക്കും നോമ്പുണ്ടോ? ചെറന്റെ വീട്ടിൽ നോമ്പറാണ് കേട്ടോ ഗൈസ്. വീഡിയോ വഴിയെ ഇതിന്റെ ബാക്കിൽ വരുന്നതാണ്. ഇന്നത്തെ ഫുൾ വീഡിയോ തംബ്നെയിൽ കണ്ടാൽ മനസ്സിലാവും. കണ്ടിട്ടാണല്ലോ ഓരോ എടുത്തു നോക്കിയത്, അപ്പോൾ അവർക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ. നേരെ വീട്ടില് എന്താണെന്ന് നേലക്ക് അറിയില്ല. നേരെ പിന്നെ പണിയെടുക്കുക വെച്ചാ എന്താ പറയാ, വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞല്ലോ പറ്റും. അതെ അതെ, ഈ വീഡിയോ ഉപ്സാനൊന്നും കാണണ്ട. കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ തിങ്കളാഴ്ച വരുമ്പോൾ നേരെ കഴിഞ്ഞു ഗൈസ്, നേരെ കഴിഞ്ഞു. ഉപ്സാന റായിമാന അവരെല്ലാരും ഇങ്ങോട്ട് പോയതാണ്, ജാംജൂമിലേക്ക് പോയതാണ്.
എന്തിനു പോയതാണെന്നുള്ളത് ഷോർട്സ് വഴി കാണാം. നാളെ പുതിയാപ്പിള വിളിക്കണ്ട. സോ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ നേരെ വീട്ടിലൊക്കെ എത്തിയപ്പം നോമ്പ് തുറ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പണിയില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു ബോക്സ് ഉണ്ടാക്കാനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പണി തീർക്കാമെന്ന് വിചാരിച്ച് പിന്നെ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പം അതൊക്കെ വേഗം പോയി ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് മിഠായും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെപ്പം അതൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഇവിടെ അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പം അവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണേ. ഇത് ചിക്കൻ റോളിൻ്റെതാണ്. ഞാൻ അന്നൊരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സാധാ ചിക്കൻ റോളല്ലാന്ന്. അപ്പം റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ആക്കുക. ഫുൾ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. റംലാനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഒരു വെറൈറ്റിയാണ്. പിന്നെ ഒരു സൈഡിൽ ഇവിടെ വത്തക്ക മുറിക്കണേ, വേറെ ഒരു സൈഡിൽ ഫ്രൂട്ട്സ് വേറെ കട്ട് ചെയ്യണേ, വെള്ളം കലക്കണേ, പല കാര്യം അച്ചട്ടയും നടന്നുകൊണ്ടിരിക്കണേ. അതിൻ്റെ ഇടയിൽ ടൈം നോക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു ഹറി ബറി സിറ്റുവേഷനാണല്ലോ. ബട്ട് ഇറ്റ്സ് ആ ഒരു ഭയങ്കര രസമാണല്ലേ. എല്ലാവരും കൂടി ഭയങ്കര രസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ ഏറ്റെടുക്കണേ, ഉണ്ടാക്കണേ, കൊണ്ടുവരണേ, അങ്ങനെയൊക്കെ. പിന്നെ വത്തക്ക് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട് മുറിച്ചുകൊണ്ടൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് അപ്പോഴത്തേന് ബിരിയാണി എത്തിയിരുന്നു, അതാക്കി വെച്ച് പിന്നെ മുന്തിരി ഇതാ പ്ലേറ്റിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഭാഗത്തേക്കാക്കി. പിന്നെ ആ ലാസ്റ്റത്തെ 5 minutes ആകുമ്പോഴത്തേന് ഭയങ്കര തിരക്കേക്കും. പിന്നെ സെറ്റ് ചെയ്യാൻ പോയി. പിന്നെ ഓരോരുത്തർ കൊണ്ടുവന്നതേനു കേട്ടത്. സമൂസ ഉണ്ടീനു, പിന്നെ 2 ടൈപ്പ് ഓഫ് സമൂസ, ഉന്നക്കായി, ചിക്കൻ റോള്, പിന്നെ ചട്ടിപ്പത്തിരി, പരിപ്പും കേക്ക്, അങ്ങനെ എന്തൊക്കെ ഉണ്ടേനു. അങ്ങനെ ടേബിളിൽ വെച്ച് ഫുൾ സെറ്റ് ചെയ്ത് 2 സെറ്റാക്കിയിട്ട് തന്നെ വെച്ച് തായും ടേബിളിലും സെറ്റാക്കിയിട്ട് വെച്ച്. അപ്പം നിങ്ങളവിടെയൊക്കെ എന്തൊക്കെയാണോ എന്നുള്ളത് കമൻറ്റാക്കി പറയും. എൻ്റെ വീട്ടിൽ ഇതിപ്പോൾ 2ാമത്തേതോ അങ്ങനെ എന്തോ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നോമ്പ് തുറ. ഇതുവരെ അങ്ങനെ നോമ്പ് തുറ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിൻ്റെ ഒരു ആങ്സൈറ്റി, ക്യൂരിയസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ബിരിയാണി ദമ്മ് പൊട്ടിച്ച് തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പം ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണി ഉമ്മ 2 സെറ്റിലേക്ക് ആക്കുകയാണ്. അങ്ങനെ ചോറൊക്കെ തിന്ന് ഇന്നത്തെ ഡേ, ഇന്നത്തെ റമളാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്ത്. അപ്പോൾ ശരി, നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ.